നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവിനെതിരെ ബോംബാക്രമണം. ആക്രമണത്തിൽ മോജ്തബ ഖമേനി കോമയിൽ. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധികളിൽ ഒന്നിലൂടെയാണ് ലോകം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഭീതിജനകമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അധികാരമേറ്റ മോജ്തബ ഖമേനി വ്യോമാക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഒരു കാൽ നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം കോമയിലാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വരുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ആയുധമാക്കുവാനും അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കാനുമാണ് ഇപ്പോഴത്തെ ആഹ്വാനം വരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന്. ഇറാനെ നിലവിൽ നയിക്കുന്നത് ഗോസ്റ്റ് ആയത്തുള്ള അഥവാ അദൃശ്യനായ നേതാവാണ് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യം അനിശ്ചിതകാല യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 56-കാരനായിട്ടുള്ള മോജ്തബ ഖമേനിയുടേതെന്ന് അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ വാർത്താ അവതാരകർ വായിക്കുകയായിരുന്നു. അദ്ദേഹം നേരിട്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മാത്രമാണ് വരുന്നത്. ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം വീട്ടുന്നതിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകില്ല എന്നുള്ള പ്രസ്താവനയാണ് അവിടെ വായിച്ചത് എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് വധിക്കപ്പെട്ട തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പിന്നാലെ അധികാരമേറ്റെടുത്ത മോജ്തബ ഖമേനി അയൽ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദം നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അതേ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധം തീർക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെ. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇറാൻ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നും മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ഉടനടി അടച്ചുപൂട്ടണമെന്നും മോജ്തബ ആവശ്യപ്പെടുകയാണ്. കൂടാതെ ശത്രുക്കളിൽ നിന്ന് ഇറാൻ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ ആസ്തികൾ നശിപ്പിക്കുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ ഇറാൻ പൗരന്മാർക്ക് സാമ്പത്തിക സഹായമടക്കം മോജ്തബ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മേഖലയിലെ ഇറാന്റെ സഖ്യകക്ഷികളെ കുറിച്ചും ഇതുപോലെ തന്നെ ആ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ സൂചനകൾ ഉണ്ടാകുന്നു. ഇറാഖിലെ സായുധ സംഘങ്ങൾ തന്റെ രാജ്യത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും യമനിലെ സംഘങ്ങൾ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പ്രസ്താവനകളൊക്കെ പുറത്തു വന്നുവെങ്കിലും ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായിട്ട് മേഖലയിലുള്ള സിനായ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് ഇപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ നടത്തിയെന്ന് പറയപ്പെടുന്ന മോജ്തബ ഖമേനി ഉള്ളത് എന്ന് സൂചനകൾ വരുന്നു. അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും സീൽ ചെയ്തിരിക്കുകയാണ്. പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിലാണോ മോജ്തബയ്ക്കും പരുക്കേറ്റത് എന്ന കാര്യം മാത്രമാണ് വ്യക്തമല്ലാത്തത്. ഇറാന്റെ ആരോഗ്യമന്ത്രിയും രാജ്യത്തെ പ്രമുഖ ട്രോമാ സർജനുമായിട്ടുള്ള മുഹമ്മദ് റസ സഫർഖണ്ടിയുടെ മേൽനോട്ടത്തിലാണ് പുതിയ പരമോന്നത നേതാവ് എന്നാണ് പറയപ്പെടുന്നത്. 1980-കളിലെ ഇറാഖ് യുദ്ധകാലത്ത് ശസ്ത്രക്രിയകൾ നടത്തി 8 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഡോക്ടറാണ് സഫർഖണ്ടി. ആ യുദ്ധത്തിൽ രാസായുധ പ്രയോഗത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റഫ്സാൻജിനിയുടെ ഭാര്യയുടെ സഹോദരനും ഇസ്ലാമിക് ഭരണകൂടത്തിലെ വിശ്വസ്തനുമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മറാഷി എന്ന മുതിർന്ന സർജനും മോജ്തബയെ ചികിത്സിക്കുന്ന സംഘത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പരിക്കേറ്റ പരമോന്നത നേതാവിനെ നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ 2 ദിവസം മുമ്പ് സന്ദർശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രസിഡന്റിന് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ലണ്ടനിലുള്ള ഒരു പ്രവാസി വിമതൻ അയച്ച രഹസ്യ സന്ദേശങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ 1-2 കാലുകൾ മുറിച്ചു മാറ്റി. കരൾ അല്ലെങ്കിൽ ആമാശയം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിലവിൽ കോമയിലാണ് എന്ന് തോന്നുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുതിയ പരമോന്നത നേതാവിനെ ആഴ്ചകളായി ആരും തന്നെ കണ്ടിട്ടില്ല എങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രാദേശിക കമാൻഡർമാരാണ് നിലവിൽ ഇറാന്റെ ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു നേതാവില്ലെങ്കിലും അനിശ്ചിതകാലത്തേക്ക് പോരാട്ടം തുടരുവാനുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിലെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനാൽ നേതാവിന്റെ ആരോഗ്യനില സ്ഥിരീകരിക്കുക അസാധ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ് ടെലിവിഷൻ മോജ്തബയെ ജാൻ ബാസ് ഓഫ് റംസാനിലെ പരിക്കേറ്റ പോരാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗോസ്റ്റ് ആയത്തുള്ള അഥവാ അദൃശ്യനായിട്ടുള്ള നേതാവ് നിലവിൽ ഭരണകൂടത്തെ നയിക്കുന്നത് എന്ന് പലരും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇറാനിൽ. ഇതിനിടെ അയൽ രാജ്യങ്ങളുടെ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം തുടരുന്നത് എണ്ണവാതക വിലകൾ കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ പലപ്പോഴും മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാകും. അത്
ഇറാനെതിരെയും തിരിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുജ്തബയുടെ മുൻകാല പഠന പങ്കാളിയായിരുന്ന ഒരാൾ വെളിപ്പെടുത്തിയത് പ്രകാരമാണെങ്കിൽ പുതിയ നേതാവ് തന്റെ പിതാവിനേക്കാൾ അപകടകാരിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭിനിവേശമുള്ളയാളാണ് മുജ്തബ ഖമേനി എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധമുണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആ ആളുകളെ കൊല്ലാൻ മുജ്തബ ഭയപ്പെടുന്നില്ല എന്നും പ്രദേശം മുഴുവൻ നിയന്ത്രിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്നും നാടുകടത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ജാബർ റജബി എന്ന് പറയപ്പെടുന്ന വ്യക്തി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2021 മുതൽ UAE-യിൽ പ്രവാസ ജീവിതം നയിക്കുന്ന റജബി ഇറാനിലെ ഖുമിലുള്ള പ്രശസ്തമായിട്ടുള്ള മതപാഠശാലയിൽ മുജ്തബ ഖമേനിയോടൊപ്പം പഠിച്ചയാളാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് തന്റെ പിതാവിനേക്കാൾ ക്രൂരനാണ് എന്നും വലിയൊരു നുണയനാണ് എന്നുമാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അൽ ഖുദ്സ്, അതായത് ജെറുസലേം, ആ ജെറുസലേം പിടിച്ചെടുക്കുമെന്ന് മുജ്തബ അവകാശപ്പെട്ടില്ല. പെട്ടെന്ന് ദേഷ്യം വരികയും അത് പുറത്തു കാണിക്കുകയും ചെയ്യുന്ന തന്റെ പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ് മുജ്തബ. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ നുണകൾ പറയണമെന്നും ഒക്കെ മുജ്തബയ്ക്ക് നന്നായി അറിയാമെന്നാണ് റജബി ജെറൂസലം പോസ്റ്റിനോട് പറയുന്നത്. ഇറാനിലെ ഇസ്ലാമിക് സ്കോളർഷിപ്പിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള ഖൂം സെമിനാരിയിൽ മുജ്തബയോടൊപ്പം പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ച് റജബി വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അതീവ തൽപരനാണ് എന്നും ആ പാതയിലേക്ക് മനുഷ്യരാശിയെ എത്തിക്കുന്നതിൽ തനിക്ക് പ്രത്യേക പങ്കുണ്ട് എന്നും ഒക്കെ അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഷിയ ഇസ്ലാമിലെ ഏറ്റവും വലിയ വിഭാഗമായിട്ടുള്ള 12 ഷിയ വിശ്വാസം അനുസരിച്ച് ഇതാണ് ഖുമിൽ ഖുമേനിയും പഠിപ്പിച്ചത് അല്ലെങ്കിൽ പഠിച്ചത് എന്നുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന 12ാമത്തെ ഇമാമായിട്ടുള്ള മുഹമ്മദ് അൽ മഹ്ദി ലോകാവസാന സമയത്ത് മടങ്ങി വരുമെന്നും ലോകത്ത് അനീതി തുടച്ചു നീക്കി നീതി സ്ഥാപിക്കുമെന്നുള്ള ഒരു കരുതലിൽ ആണ് ഇവർ എന്ന് പറയപ്പെടുന്നത്. പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന മൽഹാമ അൽ ക്രുബ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധങ്ങൾ അത് ലോകാവസാനത്തിന് മുൻപ് നടക്കുമെന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ വിവരിക്കുകയും റജബി പറഞ്ഞു വെക്കുന്ന ഇതാണ്. ഖമേനി തന്റെ മതപഠന കാലത്ത് ആണവ വിഷയത്തെക്കുറിച്ചും സൈന്യത്തെക്കുറിച്ചും സംസാരിച്ചത് താൻ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്. വ്യോമാക്രമണങ്ങൾ മുജ്തബയുടെ ലക്ഷ്യങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ഭരണകൂടത്തെ മേഖലയിലെ ആധിപത്യത്തെയും സംരക്ഷിക്കുവാൻ അവർക്ക് ആണവായുധം ആവശ്യമാണ് എന്നുള്ളതാണ്. മുജ്തബയ്ക്ക് മനുഷ്യജീവനോട് യാതൊരു ബഹുമാനവും ഇല്ല എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് റജബി പ്രകാരം പറഞ്ഞവസാനിപ്പിക്കുന്നു. സ്വന്തം നാട്ടുകാരായ 13,000 പേരെ കൊലപ്പെടുത്തുവാൻ മടിയില്ലാത്ത ഒരാൾക്ക് ടെൽ അവീവിലെ 1,00,000 പേരെ കൊല്ലുന്നതിലും പ്രശ്നമുണ്ടാകില്ല. സ്വന്തം ജനതയുടെ ജീവൻ വിലമതിക്കാത്തവർ എന്തിന് മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് ആകുലപ്പെടണം എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഈ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള 56-കാരനായിട്ടുള്ള മുജ്തബ ഖമേനിയുടെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നതും ആശുപത്രിയിൽ കോമയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മുമ്പോട്ടെത്തുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അധികാരമേറ്റെടുത്ത ശേഷം ഇദ്ദേഹത്തെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംശയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ സംശയത്തിന്റെ ബലം കൂട്ടുന്നതും അതാണ്. യുദ്ധത്തിലെ ആദ്യ ദിവസം ടെഹ്റാനിലെ പിതാവിന്റെ കൊട്ടാരത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റതായിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്നും ബോംബാക്രമണത്തിൽ പരിക്കേറ്റുവെന്നും സൈപ്രസിലെ ഇറാൻ അംബാസിഡർ അലി റസ സലാരിയൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് പരിക്കേറ്റതായിട്ടും അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണിൽപ്പെടാതിരിക്കാനാണ് മുജ്തബ വിട്ടുനിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം സുരക്ഷിതമായ അവരുടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നും ബോധാവസ്ഥയിൽ തന്നെയാണ് എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോഴും അതേസമയം തന്റെ പിൻഗാമി റാലിയിൽ പോലും പങ്കെടുക്കാൻ കഴിയാതിരുന്ന മുജ്തബ യുദ്ധം നടക്കുന്നതിനെ കുറിച്ചോ തന്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടതിനെ കുറിച്ചോ അറിഞ്ഞിട്ടില്ല എന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അധികാരമേൽക്കുന്നവരെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുജ്തബയും ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ മുജ്തബയുടെ ഭാര്യയായിട്ടുള്ള സഹ്റ ഹദാദ് അതയിലും ഒരു മകനും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപും ഇറാൻ നേതാവിനെതിരെ ഭീഷണി മുഴക്കുന്ന സാഹചര്യമുണ്ടായി. അധികാരമേറ്റ ശേഷം ഇതുവരെയും പൊതുപ്രസംഗം നടത്തിയിട്ടില്ലാത്തതിനാൽ മുജ്തബ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇറാൻ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ബോംബാക്രമണം നടത്തി മുജ്തബ ഖമേനിയെയും ഇസ്രായേൽ വധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആക്രമണത്തിൽ മുജ്തബ ഖമേനി ആശുപത്രിയിൽ കോമയിലാണെന്ന് പറയപ്പെടുമ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയേണ്ടി